നമസ്കാരം. വർക്കലയിലെ ഒരു KFC ഔട്ട്ലെറ്റിൽ നിന്ന് ഏകദേശം 190 കിലോ ഒക്കെ എടുത്ത് ചീഞ്ഞ കോഴി പിടികൂടി. KFCയിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് ചില വീടുകളിലൊക്കെ വിവാഹ വാർഷികം, അതുപോലെ തന്നെ കുട്ടികളുടെ ജന്മദിനം, ഇതൊക്കെ ആഘോഷിക്കണമെങ്കിൽ ഈ KFCയുടെ 2 ചിക്കൻ കാല് വേണം. ഈ കാലില്ലാതെ എന്ത് ആഘോഷം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെ വലിയ പേരുള്ള ഒരു കടയിൽ നിന്ന് ഏകദേശം 190 കിലോ ചീഞ്ഞ ചിക്കൻ കാല് പിടികൂടുന്നത്. മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരാറുണ്ട് ചില കടകളിൽ നിന്ന് ചീഞ്ഞ ഭക്ഷണം പിടിക്കുമ്പോൾ. പക്ഷെ കടയുടെ പേര് അങ്ങനെ വരാറില്ല. എന്തായാലും KFCയുടെ പേര് മനോരമ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദർശന TVയുടെ FB പേജിൽ വർക്കലയിലെ KFC ഔട്ട്ലെറ്റ് എന്ന് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചില ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഏത് സംസ്ഥാനത്താണ് എന്ന് കൃത്യമായി ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, ബിരിയാണിയുടെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ബിരിയാണി എന്ന് പറഞ്ഞത് ഒരു വിദേശ ഭാഷയാണത്രേ. അതുകൊണ്ട് ബിരിയാണിയുടെ പേര് പുലാവ് എന്നാക്കണം. ചിക്കൻ പുലാവ്, മട്ടൻ പുലാവ്, വെജിറ്റബിൾ പുലാവ് എന്നൊക്കെ ആക്കണം എന്ന് പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ചില ആളുകളൊക്കെ രംഗത്തെത്തിയത്. ഇവിടെ KFCയിൽ നിന്നായതുകൊണ്ട് വലിയ ബഹളവും കുത്തിത്തിരിപ്പും ഒന്നും കാണുന്നില്ല. ഇത് ഏതെങ്കിലും ഹലാൽ എന്ന ബോർഡ് വെച്ച കടയിൽ നിന്നാണ് പിടികൂടിയത് എങ്കിൽ എന്തൊക്കെ നമ്മൾ കാണണമായിരുന്നു. നേരത്തെ ഒരു ഉസ്താദ് ഭക്ഷണത്തിൽ ഊതിക്കൊടുത്തു, അതിന് തുപ്പിയതാണ് ഹലാല് എന്ന് പറഞ്ഞ് വലിയ മുറവിളി കൂട്ടിയ ആളുകളാണ്. ഇത് അത്തരത്തിലൊരു കടയിൽ നിന്ന് പിടികൂടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ ഇവരൊക്കെ ആകെ അങ്ങ് കുത്തിമറിച്ചേരെ. എന്തായാലും KFCയിൽ നിന്ന് പിടികൂടിയത് കൊണ്ട് ആർക്കും പ്രശ്നമില്ല. എല്ലാവരും ഇവിടെ മൗനം പാലിച്ചിരിക്കുകയാണ്. ആരും സമൂഹ മാധ്യമത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മൗനം കാണുമ്പോൾ അവരുടെ മനസ്സിലിരിപ്പ്, നമ്മൾ ഈ KFCയിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില കടകളിലും ഒക്കെ കയറുമ്പോൾ, ഈ അൽഫാം, മന്തി അങ്ങനെയൊക്കെ കിട്ടുന്ന കടകളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് സ്പൈസി വേണോ അതോ നോർമൽ വേണോ അതോ കുറച്ച് എരിവുള്ളത് വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ സ്പൈസി ആയി കൊടുക്കാൻ വെച്ച ചിക്കനാണ് പിടികൂടിയത്, അല്ലാതെ ചീഞ്ഞതൊന്നുമല്ല എന്നൊക്കെയാണ് ചില ആളുകളുടെ മനസ്സിലിരിപ്പ്. അവരുടെ മൗനം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ്. എന്തായാലും എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ എവിടെയാണ്, ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കോഴി ഫാം നടത്തുന്ന ഒരു വ്യക്തിയെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ചിക്കനുമായി ബന്ധപ്പെട്ട് കോഴി കഴിക്കാമോ, കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. തമിഴ്നാട്ടുകാരാണ് ഈ കോഴിയെ ഇറക്കി കൊടുക്കുന്നത്. അവര് ഏകദേശം കോഴിയുടെ വളർച്ച എത്തുമ്പോൾ അവരതിനെ പിടിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കും. ഒരു നിശ്ചിത സമയം ഈ കോഴിയെ വളർത്തുന്നതിന് ആവശ്യമായ ഭക്ഷണവും കൊടുക്കും. ഷെഡ് മാത്രമാണ് ഇദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത സമയം അതിനെ നോക്കുന്നതിന് ഒരു ചെറിയ തുക അദ്ദേഹത്തിന് കിട്ടും. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ദിനം പ്രതി 5-10 കോഴികൾ ചത്തുപോകും. അങ്ങനെ ചത്തുപോകുന്ന കോഴികളെ തേടി ചില ആളുകൾ വരാറുണ്ട്. അത്രേ ആ കോഴിയെ നിങ്ങൾ കൊടുക്കുന്നു. ആദ്യമൊക്കെ ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ കോഴികളെ കൊടുത്തിരുന്നു. പിന്നീട് അത് കൊടുക്കാറില്ല. ഒരു കുഴി കുത്തി അതിൽ വളത്തിന് വേണ്ടി അതിൽ ഇടാറാണ് പതിവ്. അത് വളമാക്കി പിന്നീട് ആർക്കെങ്കിലും കൊടുക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ഇതുപോലുള്ള ഫാമുകളിൽ നിന്നുമൊക്കെ ചിക്കൻ നമ്മളെ നാട്ടിലെ ചെറിയ കടകളിലേക്ക് എത്തുന്നത്. ഈ കടകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് കോഴികൾ ചത്തുപോകാറുണ്ട്. ഒരു ട്രിപ്പിൽ 5-10 കോഴികളൊക്കെ ചത്തുപോകും. ശ്വാസം കിട്ടാതെയും മറ്റു രോഗങ്ങൾ വന്നും ഒക്കെ ചത്തുപോകും. അങ്ങനെ ചത്തുപോകുന്ന കോഴികളെ സ്ഥിരമായി വാങ്ങിക്കുന്ന ചില ആളുകളുമുണ്ട് അത്രേ. പ്രത്യേകിച്ച് ചില തട്ടുകടക്കാര്, ചെറിയ കടകളൊക്കെ നടത്തുന്ന ആളുകൾ ഇങ്ങനെ കോഴികളെ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. ഞാൻ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നത് തട്ടുകടകളിൽ നിന്നാണ്. എന്നാൽ ചില തട്ടുകടകൾ ഇതുപോലുള്ള ചത്ത കോഴികളെ വാങ്ങി അത് ആളുകൾക്ക് ഭക്ഷണമായി കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ചില ഹോട്ടലുകാരും ഇത് രഹസ്യമായി ഡീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള വലിയ 5 സ്റ്റാർ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ള ഹോട്ടലുകളിലേക്ക് പോലും ഇത്തരത്തിലുള്ള ചിക്കനും അതുപോലെ തന്നെ ബീഫും ഒക്കെ പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. എറണാകുളത്ത് നിന്ന് വ്യാപകമായി ചീഞ്ഞ കോഴിയും അതുപോലെ തന്നെ ചീഞ്ഞ ബീഫും ഒക്കെ പിടികൂടിയ ഒരു സംഭവം നമുക്ക് മുന്നിലുണ്ട്. ഇക്കാര്യത്തിൽ ആരും മോശമൊന്നുമല്ല. ഹലാല് ബോർഡ് വെച്ചവരും അത് വെക്കാത്തവരും, ഇതുപോലെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, വിദേശ കമ്പനികളുമായി ബന്ധമുള്ള ചില ആളുകളും ഒക്കെ ഇത്തരത്തിലുള്ള ചീഞ്ഞ കോഴിയും ഒക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആർക്കും അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. ചില പാവങ്ങൾ ഹലാല് ബോർഡ് വെച്ച് കൃത്യമായി അതിനെ അറുത്ത് അനുവദനീയമായ രീതിയിൽ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ മേൽ ചില ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ചില ആളുകൾ അത്തരത്തിലുള്ള ബോർഡുകൾ വെച്ച് തട്ടിപ്പ് നടത്തുന്നു. തട്ടിപ്പുകാര് അവര് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മറികടക്കാൻ അവർക്ക് കഴിയും. പക്ഷേ
ഇവിടെ നിഷ്കളങ്കരായിട്ടുള്ള ചില ആളുകൾ പലപ്പോഴും വീണു പോകാറുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാരുടെ പ്രധാനപ്പെട്ട ഇര. എന്തായാലും ഇത്തരത്തിലുള്ള ചിക്കനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പൈസി, എരിവ് കൂടുതലുള്ളത്, നോർമൽ, അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിക്കനായി കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചതാണ്, അങ്ങനെ കടക്കാർ തന്നെ, KFC-ക്കാർ തന്നെ വാങ്ങിച്ച് അതിനെ അങ്ങനെ ആക്കിയതാണ് എന്നൊക്കെ രീതിയിലുള്ള അത്തരത്തിലൊരു മൗനം ചില ആളുകൾ പാലിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും എവരും ശ്രദ്ധിക്കുക, ബോർഡിലും അതുപോലെ തന്നെ പേരിലുമൊന്നും ഒരു കാര്യവുമില്ല. KFC ആണെങ്കിലും ഇനി മറ്റേതെങ്കിലും കടകളാണെങ്കിലും ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ, ജന്മദിനം, വിവാഹ വാർഷികമൊക്കെ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കടകളിലെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ ചിക്കൻ കാല് കൂടിയേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇടക്ക് ഇത്തരത്തിലുള്ള വാർത്തകളൊന്ന് ശ്രദ്ധിക്കണം. ആ വാർത്തകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ ഉണ്ടായി എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. കുട്ടികൾക്ക് ഇങ്ങനെ വിഷം വാങ്ങിച്ചു കൊടുത്ത് പിന്നീട് കയ്യിലുള്ള പണം മുഴുവൻ ആശുപത്രികളിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഏവരും ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.